ഹായ്, ഞാൻ അർച്ചന. ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഈസി വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കിലോ വെണ്ടയ്ക്കയാണ്. നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് വേണ്ടത്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വെണ്ടയ്ക്കയുടെ തണ്ടോടുകൂടി വരുന്ന ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഇതുപോലെ കിട്ടും. പിന്നീട് തൊട്ട് താഴെയായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ താഴോട്ട് മുറിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 4 ഇതൾ പോലെ കിട്ടും. അതായത് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 6 അല്ലി വെളുത്തുള്ളി വേണം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുക, അല്ലെങ്കിൽ കട്ടിയായിരിക്കും. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഈ മിക്സ് ഇനി വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിനായി ആവശ്യത്തിന് എണ്ണ ഒരു ഫ്രൈയിങ് പാനിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ വെണ്ടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കണം. വറക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചോറിൻ്റെയും മോരിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.